നമ്മൾ എന്താണ് ഒരു ഫാമിലിയാണ്. ഫാമിലിക്കുള്ളിൽ പല പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവും. ആ പ്രശ്നങ്ങൾ നമുക്ക് ഇരുന്ന് തീർക്കാവുന്ന വിഷയമുള്ളതിന് അതിപ്പോൾ നമ്മൾ തീർത്ത് ഈ വിഷയത്തിൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത്, ഇതൊക്കെ നമ്മളെ കുടുംബമാണ്. ഈ രണ്ടാളുകളും ഇവരെ നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത്, കേരളം മൊത്തം ചേർത്ത് പിടിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇത് ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. തെറ്റിദ്ധരിക്കപ്പെട്ടത് കൊണ്ടുണ്ടായ കുറച്ച് കാര്യങ്ങളാണ്. മുതലെടുപ്പ് നടന്നിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ഒക്കെ നമ്മൾ വിട്ട് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുക. അത് എനിക്ക് പറയാനുള്ളൂ. അതായത് നമ്മൾക്ക് ആ ഒരു ടൈമിലുണ്ടായ ബുദ്ധിമുട്ടുകൾ നമ്മൾ എത്ര പറഞ്ഞിട്ട് എത്തിപ്പെട്ടിട്ടില്ലായിരുന്നു സന്ദർഭത്തിൽ. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞതൊക്കെ ഉൾക്കൊണ്ടിട്ടുണ്ട്, നമുക്കുണ്ടായ മനപ്രയാസങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒരുപോലെ മുന്നോട്ട് പോകാൻ മനാഫ് അർജുൻ്റെ ഫാമിലിയുമായി തമ്മിലുള്ള പ്രശ്നം കഴിഞ്ഞ ദിവസം ഇന്നലെ രമ്യമായി പരിഹരിച്ചു എന്നുള്ളൊരു വീഡിയോ എല്ലാവരും കണ്ടു. ഒരു തെറ്റിദ്ധാരണയുടെ പേരിലാണ് ഒരു വിവാദത്തിലേക്ക് പോയത് എന്നാണ് അർജുന്റെ ഫാമിലി, അതായത് അർജുന്റെ അലിയൻ ജിജിനും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അനുജനൊക്കെ മനാഫിനോട് പറഞ്ഞത്. അതുപോലെ തന്നെ മനാഫിനും ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായി. അതിനെ തുടർന്നാണ് അങ്ങനെയുള്ള പ്രതികരണം നടത്തിയത് എന്നും മനാഫും തിരിച്ചു പറഞ്ഞു. ഒടുവിൽ അവർ രണ്ടുപേരും പരസ്പരം സംസാരിച്ചു, രമ്യമായി ആ പ്രശ്നം പരിഹരിച്ചു എന്നാണ് ആ വീഡിയോയിൽ കാണുന്നത്. കഴിഞ്ഞ ദിവസം മനാഫിനെതിരെ അതിരൂക്ഷമായ വിമർശനവുമായി അർജുന്റെ ഫാമിലി പത്രസമ്മേളനം നടത്തിയപ്പോഴാണ് ഏറെ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത്. പിന്നീട് മനാഫിനെതിരെ കടുത്ത വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് കേസെടുത്ത വാർത്ത നമ്മളെല്ലാം കണ്ടതാണ്. പിന്നീടാണ് ആ കേസ് ഇല്ലാതായിപ്പോയത്. ഒരുപക്ഷെ പ്രതിഷേധങ്ങളുടെ ഒടുവിൽ, അതായത് ഒരു വൻ പ്രതിഷേധങ്ങൾ സംഭവിക്കാം, മനാഫിനെ അങ്ങനെയുള്ള ഒരു വകുപ്പിൽ പെടുത്തി അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് വലിയൊരു പ്രതിഷേധം തന്നെ സംഭവിക്കാമെന്ന രീതിയിലായതുകൊണ്ടായിരിക്കാം ആ കേസ് പിന്നീട് തള്ളിയത് എന്നായിരിക്കാം പലവരും മനസ്സിലാക്കുന്നുണ്ടാകാം. ഏതായാലും മനാഫിന്റെയും അർജുന്റെയും ഈ പ്രശ്നം രമ്യമായി പരിഹരിച്ചതിൽ എല്ലാവർക്കും സന്തോഷിക്കാം. കാരണം അർജുനെ ഒരു തൊഴിലാളി എന്നതിലുപരി മനാഫ് ഒരു സ്വന്തം അനുജനെ പോലെ, അതായത് സ്വന്തം കുടുംബത്തിൽപ്പെട്ട അംഗത്തെ പോലെയായിരുന്നു സ്നേഹിച്ചിരുന്നത്. അർജുനെ ഗംഗാവഴി പുഴയിൽ നിന്ന് കണ്ടെത്താൻ വേണ്ടി മനാഫ് 71 ദിവസം കഠിന പ്രയത്നം നടത്തിയപ്പോൾ മനാഫിനെ കുറിച്ച് പല രീതിയിലുള്ള തെറ്റിദ്ധാരണകളും ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം മുക്കത്ത് നൽകിയ സ്വീകരണത്തിൽ മനാഫ് തന്നെ അതിനെക്കുറിച്ച് പറയുന്നത് നമുക്ക് കേൾക്കാം. എനിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ പല പ്രചരണങ്ങളിൽ ഞാൻ എൻ്റെ മതം, എൻ്റെ കുടുംബം, ഞാൻ ദാവൂദ് ഇബ്രാഹിമിനെക്കാട്ടും വലിയ ഡോണ ഇന്നെ അങ്ങനെ ആക്കി മാറ്റി. അതോട് കൂടിയിട്ട് ഇങ്ങനെ ആക്കുന്നതോട് കൂടിയിട്ട് ഒരാളെ എങ്ങാനും പിന്നോട്ട് പോയിരുന്നെങ്കിൽ എന്തേക്കുന്ന് ഞാൻ, അതായത് ഒരു ദാവൂദ് ഇബ്രാഹിമിന്റെ പരിവേഷം പോലും മനാഫിന് സോഷ്യൽ മീഡിയ നൽകിയിട്ടുണ്ട്. കള്ളക്കടത്തുകാരനായിട്ടും അതുപോലെ തന്നെ ഒരു തീവ്രവാദിയായിട്ടും അങ്ങനെ ഏതെല്ലാം രീതിയിൽ മനാഫിനെ തകർക്കാൻ നോക്കിയോ അതൊക്കെ രീതിയിലുള്ള വളരെ പരിഹാസമായ, അദ്ദേഹത്തിന്റെ കുടുംബത്തെ പോലും പരിഹസിച്ചുകൊണ്ടുള്ള കമന്റുകളും പോസ്റ്റുകളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം നടത്തിയിട്ടുണ്ട്. പക്ഷെ ആ സമയത്തൊന്നും ഈ രീതിയിലുള്ള ഒരു കേസിലേക്കോ മറ്റോ പോയിട്ടില്ല എന്നതാണ് മറ്റൊരു വിചിത്രമായിട്ടുള്ള മറ്റൊരു വസ്തുത. അന്ന് അതിന്റെ പേരിൽ മനാഫിന് അനുഭവിക്കേണ്ടി വരുന്ന, മനാഫിന്റെ ഫാമിലിക്കും അനുഭവിക്കേണ്ടി വന്ന കഷ്ടതകളൊക്കെ വളരെ വലുതായിരുന്നു. അതിനെക്കുറിച്ചിട്ടും അന്ന് ആരും പരിതപിച്ചിട്ടില്ല എന്നതാണ്. പലവരും മനാഫിനെ അന്ന് വളരെ രൂക്ഷമായിട്ട് തന്നെയാണ് വിമർശിച്ചിരുന്നത്. കാരണം കേവലം ഒരു ലോറി കണ്ടെത്താൻ വേണ്ടി എന്തിനാണ് ഇത്രമാത്രം ത്യാഗങ്ങൾ സഹിക്കേണ്ടത്, എന്തിനാണ് ഇങ്ങനെയുള്ള കാശുകളൊക്കെ ചെലവഴിക്കേണ്ടതൊക്കെ പലവരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മനാഫ് ആ ലോറി വീണ്ടെടുത്തപ്പോൾ, അർജുന്റെ മൃതദേഹ ശരീരം അതിൽ നിന്ന് എടുത്തു മാറ്റിയപ്പോൾ പറഞ്ഞത് ആ ലോറി ഞാൻ അവിടെ ഉപേക്ഷിച്ചു എന്നാണ്. അന്ന് ആ ലോറിയിൽ കള്ളക്കടത്ത് നടത്തിയിട്ടും അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലൊക്കെ പറഞ്ഞവരൊക്കെ ലോറി വേണമെങ്കിൽ പരിശോധിക്കാം എന്ന രീതിയിലാണ്. അപ്പോഴാണ് മനാഫിനെ കുറ്റപ്പെടുത്തിയവരും ഒറ്റപ്പെടുത്തിയവരും ഒക്കെ ഒരു മനസ്താപം ഉണ്ടാവുകയും മനാഫിന് ഒരു അനുകൂലമായിട്ടുള്ള ഒരു തരംഗം ഉണ്ടാവുകയും ചെയ്തത്. അതിനെ തുടർന്നായിരിക്കാം മനാഫിനെതിരെ അർജുന്റെ കുടുംബം ഒരു പത്രസമ്മേളനം നടത്തിയതെന്നായിരുന്നു പലവരും അന്ന് മനസ്സിലാക്കിയത്. ഏതായാലും ഈ പ്രശ്നം രമ്യമായി പരിഹരിച്ചതിൽ നമ്മൾക്ക് എല്ലാവർക്കും സന്തോഷിക്കാം. ഇനി മനാഫിന്റെ വഴിക്ക് നീങ്ങട്ടെ, ഇനി അർജുന്റെ വഴിക്ക് നീങ്ങട്ടെ.